PM ശ്രീയിൽ കടുത്ത നിലപാടിലേക്ക് CPI. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആലോചന, പുറത്തുനിന്ന് പിന്തുണ നൽകിയാൽ മതിയെന്നാണ് നേതാക്കളുടെ നിലപാട്. സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ എതിർപ്പറിയിച്ച് CPI അധ്യാപക സംഘടനയും രംഗത്തെത്തി. വിജിൻ പായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, നേരത്തെ CPI സെക്രട്ടറി വ്യക്തമാക്കിയതാണ് മുന്നണി പോകേണ്ട വഴി ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായിരിക്കും നിലപാടുകളെന്ന് അല്പസമയത്തിനകം നമുക്ക് ഈ യോഗം ആരംഭിച്ചതിന് ശേഷം അറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. പക്ഷേ നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം ഇല്ലെങ്കിൽ എന്തിലേക്കാണ് CPI പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തന്നെ നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് എന്തായാലും കടുത്ത നിലപാടിലേക്ക് തന്നെ CPI പോകും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ CPIയുടെ പോഷക സംഘടനകൾ ഉൾപ്പെടെ ASFും AYFും ഒപ്പം തന്നെ അധ്യാപക സംഘടനകളും ഒക്കെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. CPIയുടെ അധ്യാപക സംഘടനയായ AKSTU ഇന്ന് കരിദിനമായി ആചരിക്കാനാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. PM ശ്രീയിൽ ഒരു കാരണവശാലും ചേരരുത് എന്നുള്ള നിലപാട് ആവർത്തിക്കുക തന്നെയാണ് CPI ചെയ്യുന്നത്. ഇനി ഏത് തരത്തിലുള്ള നടപടിയിലേക്കാണ് CPI കടക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. അതിന് ഇനി അധിക സമയമില്ല. കാരണം സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും എന്ത് തീരുമാനത്തിലേക്കാണ് CPI എത്തേണ്ടത് എന്ന് നേതാക്കൾ വ്യക്തമാക്കുക. എന്തായാലും ബിനോയ് വിശ്വൻ തന്നെ വ്യക്തമാക്കുന്നത് ഇതൊരു ജനാധിപത്യ മുന്നണിക്ക് ചേർന്ന നിലയിലുള്ള ഇടപെടലല്ല CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒരു കാരണവശാലും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നിലപാട് CPM സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള കടുത്ത നിലപാട് തന്നെയാണ്. അതിലാണ് ഒരുപക്ഷെ മന്ത്രിസഭയിൽ നിന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നത് പോലെ മന്ത്രിസഭ യോഗങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാൻ ഉൾപ്പെടെയുള്ള ആലോചന CPI നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും കടുത്ത പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ള നിലപാടിലേക്കാണ് CPI എത്താൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലെങ്കിൽ LDF യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അത്തരം വഴികളാണ് CPIക്ക് മുന്നിലുള്ളത്. എന്തായാലും മുന്നണി വിടുന്നതുമായി ബന്ധപ്പെട്ട അത്തരം നിലപാടിലേക്ക് CPI കടുത്ത നിലപാടിലേക്ക് പോകില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുന്നണിയുടെ ഭാഗമായി നിന്ന് തന്നെ വലിയ പ്രതിഷേധം അറിയിക്കാനായും CPI ശ്രമിക്കുക. നിലവിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും നിലവിൽ AKG സെന്ററിൽ നടക്കുകയാണ്. അതിനുശേഷം ഒരുപക്ഷെ സമവായം എന്നുള്ള നിലയിൽ MV ഗോവിന്ദൻ തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ആശയവിനിമയം നടത്താനുള്ള സാധ്യതയുമുണ്ട്. ധന്യ. അതാണ് മന്ത്രിസഭാ യോഗത്തിലേറ്റ അവഗണന. അതിനപ്പുറത്തേക്ക് ചർച്ചയാകാമെന്ന് CPM സെക്രട്ടറി നൽകിയ ഉറപ്പ് പാലിച്ചില്ല. അഭിപ്രായം പറഞ്ഞതിൽ നേരിട്ട അവഗണന, ഇല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് ലഭിക്കാത്ത മര്യാദ, ഈ വിഷയത്തിലെല്ലാം കടുത്ത നിലപാടിലേക്ക്, കടുത്ത തീരുമാനത്തിലേക്ക് CPI കടക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ ഇടതു മുന്നണിക്കകത്തുണ്ടായിരിക്കുന്ന ഒരു പൊട്ടിത്തെറി, അത് ഏതു തരത്തിലായിരിക്കും മുന്നോട്ട് പോകുക എന്നൊക്കെയുള്ളത് വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. എന്തായിരിക്കും CPI ആലോചിക്കുന്നത്, തീരുമാനിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും നിലപാട് കടുപ്പിക്കുകയാണ് CPI. പാർട്ടി സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണം കാണാം. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഒരു മുന്നണി, അതും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല. മുന്നണി പോകേണ്ട വഴി ഇതല്ല. ഈ തരത്തിൽ മുന്നണിയിൽ തുടരാൻ കഴിയുമോ? അതെല്ലാം കമ്മിറ്റി കൂടുന്നുണ്ട്. 12:30 മണിക്ക് അതിനുശേഷം കാണാം. വിജിൻ പായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, വളരെ ക്ലിയർ ആയിട്ട് ആ കാര്യം പറഞ്ഞു. പക്ഷെ അതിൽ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകർ ചോദിച്ച മുന്നണി വിടുന്ന കാര്യത്തിൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് കമ്മിറ്റി കൂടിയതിനു ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇടതു മുന്നണിയിൽ നിന്ന് CPI വിട്ടുനിൽക്കുന്ന രീതിയിലുള്ള ആലോചനകളൊന്നും നടക്കില്ല. പക്ഷേ അവരുടെ അഭിപ്രായത്തെ മുഖവിലക്കെടുക്കാത്ത, ഇല്ലെങ്കിൽ പരിഗണിക്കാത്ത രീതിയോട് ഏതു തരത്തിലുള്ള ഒരു വിയോജിപ്പായിരിക്കും വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്താൻ പോകുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പെടുക്കുന്ന സാഹചര്യത്തിൽ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ മുന്നണിയെ ഏതു തരത്തിൽ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാമായിരിക്കും. അതേ സാഹചര്യത്തിലാണ് മറ്റൊരു ഭാഗത്തുകൂടി പദ്ധതിയുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് കൂടി സർക്കാർ കടന്നിരിക്കുന്നത്. എന്തായിരിക്കും CPIയിൽ ആലോചന, എങ്ങനെ അനുനയിപ്പിക്കാമെന്നായിരിക്കും CPMന്റെ ശ്രമം? തന്നെ കടുത്ത എതിർപ്പ് CPI ഉയർത്തുമ്പോഴും പക്ഷേ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികളുമായി വിദ്യാഭ്യാസ വകുപ്പ് എന്തായാലും മുന്നോട്ട് പോവുകയാണ്. നിലവിൽ ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രപ്പോസൽ അത് ഇന്ന് ഉച്ചയോടുകൂടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് സമർപ്പിക്കും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഇപ്പോൾ വ്യക്തമാകുന്നത്. സ്കൂളുകളുടെ പട്ടിക നിലവിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനർത്ഥം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തന്നെ സ്കൂളുകളുടെ ആദ്യഘട്ട പട്ടിക തയ്യാറാക്കി അത് സമർപ്പിക്കാൻ
പാകത്തിൽ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും CPI നേരത്തെ തന്നെ പലതവണ കടുത്ത എതിർപ്പ് ഉയർത്തിയ ഘട്ടത്തിലാണ് 2 തവണ മന്ത്രിസഭാ യോഗം വിഷയം ചർച്ച ചെയ്യുകയും അതിനുശേഷം മുന്നണിയിൽ ചർച്ച ചെയ്ത് സമവായം എത്തിയ ശേഷം പദ്ധതിയിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നാൽ മതി എന്ന് അന്ന് മുഖ്യമന്ത്രി തന്നെ നിലപാടെടുത്തത്. പക്ഷേ CPIയിലോ മന്ത്രിസഭയിലോ ഒന്നും ചർച്ച ചെയ്യാതെയാണ് പിന്നീട് ഇപ്പോൾ അങ്ങനെ PM3യിൽ ഒപ്പിടുന്ന ഒരു നിലപാടിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടന്നത്. അതിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ മാത്രം തീരുമാനമായി പറയാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രിയുടെ കൂടി അംഗീകാരത്തോടെയാണ് ഇത്തരമൊരു പദ്ധതിയിൽ ചേർന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ മന്ത്രിമാർ 2 പേർ പി പ്രസാദും ഒപ്പം തന്നെ K രാജനും തങ്ങൾക്കുള്ള എതിർപ്പ് ഈ വിഷയത്തിൽ ഉണ്ട്, തങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ഇതാണ് എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിന് മറുപടി പറയുകയോ അതൊരു ചർച്ചയിലേക്ക് കടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിന് തൊട്ട് പിന്നാലെ CPIയുടെ നേതൃയോഗങ്ങൾ ചേർന്നിരുന്നു. ആ നേതൃയോഗങ്ങളിൽ ഏറ്റവും അവസാനം ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് ബിനോയ് വിശ്വം നിലപാട് വ്യക്തമാക്കിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുമായി സംസാരിച്ചിരുന്നു. സംസാരിച്ച് നിലപാട് അറിയിച്ചതാണ്. ഒരു കാരണവശാലും സർക്കാർ PM3യിൽ ചേരില്ല എന്നുള്ള നിലപാട് ആണ് സർക്കാരിന്റെ നിലപാടായി LDFിലെ ഏറ്റവും പ്രമുഖ ഘടകകക്ഷികളിൽ ഒന്നായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ കൗൺസിലിനെ അറിയിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ഇത്തരത്തിൽ വാസുകി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഈ കരാറിൽ ഒപ്പിട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതാണ് CPIക്ക് ഇത്രമേൽ അവഹേളനം ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ അത്രയും അവഹേളനം സഹിച്ച് എങ്ങനെ പ്രതിഷേധം കടുപ്പിക്കാതെ മുന്നോട്ട് പോകും എന്നുള്ള നിലപാടാണ് നിലവിൽ CPIയുടെ നേതാക്കൾക്ക് ഒക്കെ ഉള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ശരി വിജയൻ.